ഹലോ, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ മോർണിംഗ്? എൻ്റെ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ഓർക്കും ഞാൻ എന്ത് ഈ പറമ്പിൽ കൂടെ നടക്കുന്നതെന്നല്ലേ? അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ഇവനെ കണ്ടു. ഇതാണ് നമ്മുടെ വീട്ടിലെ മൽബറി. ഈ മൽബറിക്ക് പിന്നിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട്. വലുതല്ല, ഒരു കുഞ്ഞു സ്റ്റോറി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഉണങ്ങി കരിഞ്ഞ പൊട്ട മൽബറി ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഉണങ്ങിക്കരിഞ്ഞ പൊട്ട മൽബറി, അങ്ങനെ ഒരു ടൈപ്പ് മൽബറി ആയിരുന്നു. അപ്പം എനിക്ക് ഈ മൽബറി, ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ, ചിക്കു, മാംഗോസ്റ്റിൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ ഹാപ്പി, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയി പറിക്കുക, തിന്നുക, അല്ലെങ്കിൽ കഴിക്കുക. ഇതൊക്കെ അടിപൊളി ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിതിനെ പൊന്നുപോലെ നോക്കി, അതായത് മണ്ണ് കൂട്ടി കൊടുത്ത്, വെള്ളം ഒഴിച്ച്, ഒരു ശകരം ഒന്ന് താഴോട്ട് പോകണമെങ്കിൽ അത് കെട്ടി വെച്ച് കൊടുത്ത്, അങ്ങനെ നോക്കി 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 പൊന്നുപോലെ വളർത്തിയ എൻ്റെ മൽബറിയാണ്. അപ്പോൾ ഇത് നിറയെ കായിട്ടു. നിറയെന്ന് പറഞ്ഞാൽ നിറയെ കായിട്ടപ്പം എനിക്കൊരു വല്ലാത്തൊരു ഹാപ്പിനെസ്. അതായത് നമ്മൾ പൊന്നുപോലെ കൊണ്ട് നടന്നിട്ട് അതിൽ നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായി കഴിയുമ്പം ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ലേ, അത് തന്നെ. അപ്പം എനിക്കിന്ന് അവിചാരിതമായിട്ട് പഴുത്ത മൽബറിക്ക കിട്ടി. അപ്പോൾ ഇത് നിറയെ കായുണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ പഴുത്തെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം ഞാനിത് എനിക്ക് ആ പഴുത്ത 2 മൽബറിക്ക കണ്ടപ്പം എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്. അപ്പം ഞാനിത് കഴിച്ചു നോക്കുവാണേ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയാണ് എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ അതിനേക്കാട്ടിൽ വിപരീതമായിരുന്നു. ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം, തേൻ മധുരമായിരുന്നു ഇതിന്. അപ്പം എനിക്കിത് ഭയങ്കര സന്തോഷമായി. കാരണം ഇത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കായിട്ടായിരുന്നു. അന്ന് എനിക്ക് ഒന്നും പഴുത്തില്ല, അത് വാടി താഴെ പോകുമായിരുന്നു. അതെന്തെങ്കിലും വെള്ളക്കുറവോ വേനൽക്കാലോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഞാൻ പക്ഷേ ഒരു കാര്യം ഭയങ്കര പുളിയായിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ പ്രാവശ്യം തിന്നത്. പക്ഷേ ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരം. അത് ശരിക്കും അങ്ങോട്ട് ചുമന്നിട്ട് പോലുമില്ല, എന്നാലും നല്ല മധുരമായിരുന്നേ. അപ്പം ഞാനതിനെ അതിച്ചിരി വളഞ്ഞു പോയി കാറ്റിൻ്റെയൊക്കെ ഇത് കാരണം. അപ്പം ഞാനതിനൊന്ന് നന്നായിട്ട് മുറുക്കെ കെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ എന്തെങ്കിലും ഒരു സാധനം നട്ടാൽ ഞാൻ എൻ്റെ തിരിഞ്ഞു പോലും നോക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ. എന്നെ അതിനെപ്പോഴും വീട്ടിലെ അമ്മ കുറ്റം പറയുകയും ചെയ്യും. അപ്പോൾ പക്ഷേ ഞാൻ ഇഷ്ടത്തോടെ വെച്ച ഒരു സാധനമാണെങ്കിൽ ഞാൻ അതിനെ പൊന്നുപോലെ കെയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ വെച്ചൊരു സംഭവമാണ് ഈ നിൽക്കുന്ന മൽബറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ മൽബറി കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ടാറ്റാ.